അവസാനത്തെ ആ ഒരു സീനുണ്ട് മക്കളെ, നാം ഓരോരുത്തർക്കും പഠിക്കാനും ചിന്തിക്കാനും ഉള്ള ഒരു വീഡിയോ ആണ്. എത്ര നേരം കാത്തിക്കണേ? പെട്ടെന്ന് വാ. എത്തി. ആ ഓക്കെ ശരി. ട്രിപ്പ് പോവാ. ഇപ്പൊ എങ്ങടാ പോണത്? ഞാന് ട്രിപ്പ് പോവാ. എന്തേ? അല്ല, ഇപ്പൊ ഈ വർഷം എത്രാമത്തെ ട്രിപ്പായി പോണത്? ഞാനൊന്നും എണ്ണല്ല. അല്ല, ഞാൻ ട്രിപ്പ് പോണേ അച്ഛനെന്താ എത്ര പൊള്ളല്? ആയ കാലത്ത് അമ്മേനെ ഇനി ഒറ്റക്കാക്കിട്ട് അച്ഛൻ കുറെ ഇറങ്ങിയല്ലേ. ഓൻ പോയിക്കോ, അച്ഛനോടാണ്. ഞാനൊന്നും പറയുന്നില്ല. പിന്നെ മോൻ പറഞ്ഞല്ല നാട് വിട്ടു പോയിന്ന്, അതൊന്നും ടൂറല്ലായിരുന്നു. നിന്നെയും നിന്റെ പെങ്ങന്മാരെയും വളർത്താനും പഠിപ്പിക്കാനും വേണ്ടിട്ടായിരുന്നു. സാരില്ല മോനെ, നിനക്ക് കുട്ടികളൊക്കെ ആവുമ്പോ മനസ്സിലാവും. പൈസ വൈഫ് അലക്കാനെടുത്തപ്പോ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. അല്ല മോളെ, മോള് പോണില്ല അവന്റെ ഒപ്പം ടൂറ്? ഇല്ല അച്ഛാ. അപ്പൊ എന്താ അവളെയും കൂടി ഒന്ന് കൊണ്ടുപോയാല്? അവൾക്കുണ്ടാവില്ലേ നിന്നെ പോലുള്ള പൂതി? ഈ തീരാത്ത വീട്ടുജോലിയും ചെയ്ത് അടുക്കളയിൽ തീർക്കാനുള്ളതാണോ അവരുടെയൊക്കെ ജീവിതം? ആണോ? അവൾ ഇതുവരെ എന്നോട് അങ്ങനെ പോണെന്ന് പറഞ്ഞില്ലല്ലോ. പറയില്ല. നീ ഒന്ന് ചോദിച്ചിട്ടുണ്ടോ പോരണോന്ന്? ഉണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. പലരും ചിന്തിക്കാനൊരു കാര്യമായി. നിന്റെ ഒക്കെ അടിവസ്ത്രം അലക്കി അവിടെ കഴിഞ്ഞോട്ടെ അല്ലേ? നിങ്ങളെപ്പോലെ ആടാനും പാടാനും കറങ്ങാനുള്ള പൂതി അവർക്കുണ്ടാവും. എല്ലാം കുടുംബത്തിന് വേണ്ടി മൂടി വെച്ചിട്ട് ഉരുകി തീരും പാവങ്ങള്. ചുമ്മാ എന്തിനാണ് ഈ ബിസി ആക്കണേ? ഇവിടുത്തെ കാര്യം പറഞ്ഞൂടെ? ഇനിയാണ് ഞാൻ പറഞ്ഞ ഒരു അവസാന ഒരു സീൻ. എന്താ കൊഞ്ചണ? നിങ്ങള് പോയില്ലേ? പിന്നെ നീ ടൂർ വരുന്നോ? ഞാൻ അല്ല, എനിക്കൊരു പണിയുണ്ട്. നിങ്ങൾ പോയിക്കോളി. അതല്ലടി, ഞാൻ കാര്യമായിട്ട് വെച്ചാ. ശരിക്കും അവർക്ക് ഒരുപാട് ഒത്തിരി ആഗ്രഹമുണ്ടാകും, പക്ഷെ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രമല്ല, പക്ഷെ അത് അറിഞ്ഞ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നല്ലൊരു മെസ്സേജ് കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ.